നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരിക്കലും തീരാത്ത സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എത്തിപ്പിടിക്കാൻ ഏതറ്റം വരെയും പോരാടാനുള്ള അപാര കഴിവാണ് നമ്മുടെ പല നേതാക്കളും പലപ്പോഴും കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാം അവസാനിച്ചു എന്ന തോന്നലിൽ നിന്നും അവിശ്വസനീയമാം വിധം തിരിച്ചുവരവ് നടത്തിയ നേതാക്കൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിരവധിയാണ്. അത്തരമൊരു ഘട്ടത്തിലൂടെയാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ കടന്നുപോകുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയും കോടതികളിലെ തിരിച്ചടിയും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം അതിജീവിക്കാൻ ജനശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉമ്മൻചാണ്ടി ഉപയോഗിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയവും തന്ത്രങ്ങളുമാണ് പ്രൈം ഡിബേറ്റ് ആദ്യം ചർച്ച ചെയ്യുന്നത്. സ്വാശ്രയ കോളേജ് നെറികേടുകളും പ്രൈം ഡിബേറ്റ് പിന്നാലെ ചർച്ച ചെയ്യും. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പൊളിറ്റിക്കൽ ഗെയിമിൽ പുതിയ കരുക്കളുമായി ഉമ്മൻചാണ്ടി. ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടി ദില്ലിയിലേക്ക്. മുകുൾ വാസ്നിക്കിനെ സമ്മതം അറിയിച്ചു. രാഷ്ട്രീയകാര്യസമിതി ബഹിഷ്കരണം തുടരുന്നു. നാളത്തെ യോഗത്തിലും പങ്കെടുക്കില്ല. മണിക്കൂർ വെച്ച് നിലപാട് മാറ്റുന്നയാളല്ല താനെന്ന് ഉമ്മൻചാണ്ടി. മറ്റക്കര ടോംസ് കോളേജിലെ നെറികേടുകൾക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം. കോളേജ് അടിച്ചുപൊളിച്ച SFI ABVP പ്രവർത്തകർ. തെളിവെടുപ്പുമായി സർവകലാശാല. സ്വാശ്രയ കോളേജുകൾക്കെതിരെ കൂടുതൽ പരാതികൾ. നെഹ്റു കോളേജിന് സഹായകരമായി പോലീസ് FIR. ജിഷ്ണുവിന്റെ ശരീരത്തിലെ മുറിപ്പാടുകളെപ്പറ്റി പരാമർശമില്ല. ജീവനക്കാരുടെ പ്രതിഷേധത്തെ വകവെക്കാതെ സർക്കാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുമായുള്ള ചർച്ച പരാജയം. തിങ്കളാഴ്ച കൂട്ട അവധിയെന്ന് പ്രതിപക്ഷ സംഘടനകൾ. DGP ശങ്കർ റെഡ്ഡിക്കെതിരായ SP സുകേശന്റെ മൊഴി പുറത്ത്. താൻ നൽകിയ റിപ്പോർട്ടല്ല കോടതിയിൽ സമർപ്പിച്ചതെന്ന് സുകേശൻ. ബാർ കോഴ അട്ടിമറി കേസിൽ ശങ്കർ റെഡ്ഡിക്കെതിരെ തെളിവില്ലെന്ന് വിജിലൻസ്. ധനകാര്യ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ വീണ്ടും വിജിലൻസ് അന്വേഷണം. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി. വേണ്ടിവന്നാൽ ഇനിയും മിന്നലാക്രമണം നടത്തുമെന്ന് ബിപിൻ റാവത്ത്. സൈനികർക്ക് പരാതിയുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാമെന്നും സൈനിക മേധാവി. സൈനികർക്കുള്ള ഭക്ഷണത്തിൽ കുറവുണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയ റിപ്പോർട്ട്. രഞ്ജി ട്രോഫി ഫൈനൽ ആവേശകരമായ അന്ത്യത്തിലേക്ക്. മുംബൈക്കെതിരെ ഗുജറാത്തിന് 312 റൺസ് വിജയലക്ഷ്യം. ശ്രേയസ് അയ്യർക്കും ആദിത്യ താരയ്ക്കും അർദ്ധ സെഞ്ചുറി. കിടിലൻ പൊളിറ്റിക്കൽ ഗെയിമിലൂടെ തിരിച്ചടികളെ അതിജീവിക്കാൻ ഉമ്മൻചാണ്ടിക്കാവുമോ? രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടി ദില്ലിക്ക്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മുകുൾ വാസ്നിക്ക് നടത്തിയ രണ്ടാം വട്ട അനുരഞ്ജന ശ്രമങ്ങൾക്കൊടുവിലാണ് ദില്ലിയിൽ എത്താമെന്ന് ഉമ്മൻചാണ്ടി സമ്മതിച്ചത്. നാളെ നടക്കുന്ന രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ നിന്നും ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കും. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അനുരഞ്ജന ശ്രമത്തിന് അവസാനം ഉമ്മൻചാണ്ടി ദില്ലിയിലെത്താമെന്ന് സമ്മതിക്കുകയായിരുന്നു. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും മുകുൾ വാസ്നിക് ഉമ്മൻചാണ്ടിയെ അറിയിച്ചു. ദില്ലി യാത്രയുടെ തീയതി സംബന്ധിച്ച് തീരുമാനമുണ്ടായിട്ടില്ല. തനിക്ക് തിരക്കില്ലെന്നും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് ശേഷമാകാമെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു. എന്നാൽ വേഗത്തിൽ തന്നെ ചർച്ചയാകാമെന്ന നിലപാടാണ് ഹൈക്കമാൻഡിന്. അതിനിടെ അനുരഞ്ജന ശ്രമങ്ങൾക്കിടയിലും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നിന്നും ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കും. ഡൽഹിയായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഞങ്ങൾക്കൊരു ഡിമാൻഡും ഇല്ല, ഞാൻ ഒരു പരാതിയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നേതൃത്വം വിളിച്ചാൽ നിശ്ചയമായിട്ട് ഞാൻ പോകും, കാരണം പോകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഒരു പരാതിയായിട്ടല്ല പോകുന്നത്. ഉമ്മൻചാണ്ടി ഇല്ലാതെ ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ സംഘടനാ പ്രവർത്തനം സംബന്ധിച്ച ചർച്ചകൾ നടക്കും. സർക്കാരുകൾക്കെതിരെ ചെയ്ത സമരങ്ങളുടെ അവലോകനവും തുടർ സമരവും ചർച്ചയാകും. ഈ ചർച്ചകളിൽ KPCC നേതൃത്വത്തിനെതിരായ വിമർശനവും ഉയർന്നേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് മുൻമന്ത്രി ശ്രീ പന്തളം സുധാകരൻ പങ്കുചേരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് ഉള്ളത്. ശ്രീ പന്തളം സുധാകരൻ, ഇന്ന് മാധ്യമപ്രവർത്തകരോട് കണ്ടപ്പോൾ ഉമ്മൻചാണ്ടി വളരെ ശ്രദ്ധേയമായി പറഞ്ഞ ഒരു കാര്യം, ഒരു പരാതിയും ഹൈക്കമാൻഡിന് മുൻപാകെ വെച്ചിട്ടില്ല, പക്ഷേ ചർച്ചകൾ പിന്നെ എന്തിനാണ്, ആ ചർച്ചകൾക്കായി പോകാമെന്ന് ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. ഒരു കൃത്യമായ ലക്ഷ്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഉദ്ദേശിക്കുന്നത്?
ശരത്തെ, ഞാൻ ആദ്യമായി വിനീതമായി പറയട്ടെ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ തിരിച്ചടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങളും രാഷ്ട്രീയവും തന്ത്രങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ എന്നെ വിളിച്ചതെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരില്ലായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഉന്നതനായ ഒരു നേതാവിൻ്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആളല്ല. മാത്രമല്ല, അദ്ദേഹം തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, എനിക്കൊരു ഹൈക്കമാൻഡുമായിട്ട് ഒരു പരാതിയില്ല, എനിക്കൊരു ഡിമാൻഡുമില്ല എന്ന് പറഞ്ഞു. കാരണം കേരളത്തിൽ കഴിഞ്ഞ 10-40 വർഷമായി നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയും മുന്നണി രാഷ്ട്രീയത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം നിൽക്കുന്ന ഓരോ കരുക്കളും അദ്ദേഹത്തിന് അറിയാം എവിടെ എപ്പോൾ പ്ലേസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിലൊരു തർക്കമാക്കേണ്ട കാര്യം തന്നെ ഇല്ല. പിന്നെ അദ്ദേഹം അതും ഹൈക്കമാൻഡിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചാൽ അദ്ദേഹമല്ല ഏത് നേതാവും ഹൈക്കമാൻഡ് ക്ഷണിച്ചാൽ തീർച്ചയായും പോകാൻ ബാധ്യസ്ഥരാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നതിൻ്റെ പരമാധികാര ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സമിതി എന്ന് പറയുന്ന ഹൈക്കമാൻഡ് തന്നെയാണ്, ഞങ്ങളുടെ നേതൃത്വം. അപ്പോൾ ഹൈക്കമാൻഡ് ഒരാളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് പരാതി കേൾക്കുന്നതിനോ പരാതി പറയുന്നതിനോ ആയിരിക്കണമെന്നില്ലല്ലോ. ക്രിയാത്മകമായി, പ്രത്യേകിച്ച് ഈ ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം പിണറായി വിജയൻ്റെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ പരാജയം അതിനെ സംബന്ധിച്ച് സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇതെല്ലാം ചേരും. ശ്രീ പന്തള സുധാകരൻ, ഞാനൊന്ന് ഇടപെട്ടൊരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഈ ചർച്ചയിൽ താങ്കൾ പങ്കെടുക്കാമെന്ന് പറഞ്ഞപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ച എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് രാഷ്ട്രീയവുമായി ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന നിലയിൽ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തത് ഉമ്മൻചാണ്ടി തന്നെയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അടക്കം ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ കൃത്യം വിട്ടുനിൽക്കുന്നയാളാണ് രാജ്യത്തെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടി. അവിടെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഒരു പരാതിയുമില്ല, പക്ഷേ ചില ചർച്ചകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു. ഇപ്പോൾ ചർച്ചകൾക്കായി പോകാൻ പോകുന്നു. ഒരുപാട് തരത്തിൽ താങ്കൾ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിക്ക് അറിയാം കളിക്കേണ്ടത് എവിടെയാണ്, കാര്യങ്ങൾ നിരത്തേണ്ടത് എവിടെയാണ്. അദ്ദേഹവും പറഞ്ഞു ഹൈക്കമാൻഡുമായി ഒരു തർക്കവുമില്ല, ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉണ്ട്, തർക്കങ്ങളുണ്ട്, പരിഭവങ്ങളുണ്ട്, വിട്ടുനിൽക്കലുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്തോ ചിലത് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അല്ല, വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം AICC തീരുമാനിച്ച പ്രകാരമുള്ള ഈ ഡിമോണിറ്റൈസേഷനെതിരായിട്ടുള്ള അതിശക്തമായ ജില്ലാതല പിക്കറ്റിങ്ങുകളിൽ അത് കോഴിക്കോട് ജില്ലയിൽ നടന്ന ഗവൺമെന്റ് ഓഫീസിന് മുമ്പിലുണ്ടായത് പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് അറസ്റ്റ് ചിരിപ്പിക്കരുത്. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ കോട്ടയത്തിരുന്ന് അഴിമതി ആരോപണം ഉന്നയിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ആളാണ് ഉമ്മൻചാണ്ടി. പക്ഷേ ആ AICC പ്രതിഷേധ പരിപാടികൾ രൂപീകരിക്കാൻ വിളിച്ചു ചേർത്ത തൽക്കത്തോറ സ്റ്റേഡിയത്തിലെ പ്രതിഷേധ കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പകരം താങ്കൾ പറയുന്നത് കോഴിക്കോട്ടെ ധർണ ഉദ്ഘാടനം ചെയ്യാൻ ഉമ്മൻചാണ്ടി പോയിരുന്നു എന്ന് പറഞ്ഞാൽ ചിരിക്കാതെ തരമില്ല. അല്ല, ചിരിക്കുന്നത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ ഒരു കാര്യം, ശ്രീ ഉമ്മൻചാണ്ടി നല്ലതാണോ എന്ന് എന്റെ ചോദ്യമുള്ളൂ. ഇങ്ങനെ ചിരിപ്പിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് അത് ഗുണം ചെയ്യുമോ? ഒരു പരിപാടി തീർച്ചയായിട്ടും കോൺഗ്രസ് എപ്പോഴും അങ്ങനല്ലോ, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെ AICC തീരുമാനിച്ച ഒരു പരിപാടിയിൽ നിന്ന് ശ്രീ ഉമ്മൻചാണ്ടി വിട്ടു നിന്നിട്ടില്ല. പിന്നെ അദ്ദേഹം വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ മൂലമുണ്ട് പലരും ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അവിടെ തീരുമാനിച്ചത് വരാൻ പോകുന്ന 2-3 മാസങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രക്ഷോഭണ പരിപാടിയായിട്ട് പോകണം എന്നുള്ളതിൻ്റെ തീരുമാനമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല, ഞാൻ മറ്റുള്ളവരിലേക്കും പോകാം. ശ്രീ പന്തളം സുധാകരൻ, ഏതായാലും ഉമ്മൻചാണ്ടി കഴിഞ്ഞ നാളുകളായി വിട്ടുനിന്നതും ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിനെ പോലെ പ്രവർത്തിക്കാതെ മാറി നിന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിലാണ് അദ്ദേഹം മാറി നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തൽക്കത്തോറ സ്റ്റേഡിയത്തിലെ കൺവെൻഷൻ, അതിനു മുമ്പ് നടന്നിട്ടുള്ള വലിയ പ്രതിഷേധ പരിപാടി ദില്ലിയിൽ തന്നെ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. രാഷ്ട്രീയകാര്യ സമിതികളിൽ നിരന്തരം പങ്കെടുക്കാതിരിക്കുന്നു. മാത്രവുമല്ല, മണിക്കൂർ വെച്ച് അഭിപ്രായം മാറ്റുന്ന, നിലപാട് മാറ്റുന്നയാളല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം ഓർമ്മിപ്പിക്കൽ മാത്രമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഈ വസ്തുതകൾക്കപ്പുറം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഉമ്മൻചാണ്ടി കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി, ആ തോൽവിയെ തുടർന്ന് സീറോയിലെത്തി നിൽക്കുന്ന ആ നേതാവ്, കോടതികളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ തിരിച്ചടികൾ, ഏറ്റവും ഒടുവിൽ സോളാർ കേസിൽ മാധ്യമങ്ങളെ നിരന്തരം പരിഹസിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അന്താളിപ്പുണ്ടാക്കുന്ന വിധത്തിൽ സരിത ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കാൻ പോവുകയാണ് ആ കമ്മീഷന് മുമ്പിൽ. ബാംഗ്ലൂർ കോടതിയിൽ അഭിഭാഷകനെ ഏൽപ്പിച്ചിരുന്നു എന്ന നിലയിൽ പറയേണ്ടി വരുന്നൊരു നേതാവായി അദ്ദേഹം നിൽക്കുന്നു. എവിടെ എത്തി നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു രാഷ്ട്രീയ ചിത്രം? അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി എന്തോ ചിലത് ഉറപ്പിച്ച് നീങ്ങുകയാണോ കോൺഗ്രസിനുള്ളിൽ?
അല്ലേ, ഉമ്മൻചാണ്ടിയുടെ കളികൾ കാണുമ്പോൾ എനിക്ക് കരുണാകരൻ്റെ അവസാന കാലമാണ് ഓർമ്മ വരുന്നത്. മൂപ്പിലെ ഇതുപോലത്തെ കളികളൊക്കെ കളിച്ചാണ് അവസാനം പാർട്ടിക്ക് പുറത്തായത്. പിന്നെ മകൻ ഒരു 3 രൂപ മെമ്പർഷിപ്പിന് വേണ്ടി ഇവിടെയൊക്കെ കേണ് നടക്കുന്ന ഗതികേട് വന്നത്. സത്യത്തിൽ കെ കരുണാകരനോട് കളിച്ച കളികൾക്ക് ഉള്ള ദൈവത്തിൻ്റെ ഒരു ശിക്ഷയാണ്. ദൈവം ഇല്ല എന്ന് പറയുമ്പോഴും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ്. ഏതാണ്ട് 10-15 കൊല്ലം മുമ്പ് കരുണാകരൻ കളിച്ച അതേ കളിയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഉമ്മൻചാണ്ടി ഇപ്പോൾ ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വലിയൊരു കളിക്കാരനായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എല്ലാ കളിക്കാർക്കും ഒരു കാലം എന്ന് പറഞ്ഞൊരു വേറൊരു വലിയ കളിക്കാരുണ്ട്. ആ കളിയുടെ മുമ്പിൽ തോറ്റുപോകും. അതാണ് ഉമ്മൻചാണ്ടി വച്ചടി കയറ്റമായിരുന്നു. അദ്ദേഹം അങ്ങനെ കയറി കേരള മുഖ്യമന്ത്രി വരെയായി. ആദ്യം മുഖ്യമന്ത്രിയായി, പിന്നെ പ്രതിപക്ഷ നേതാവായി, പിന്നെ മുഖ്യമന്ത്രിയായി. ആ ടേം അവസാനിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ കളിയുടെയും ഏതാണ്ട് ഒരു ഫൈനൽ വിസിൽ എത്തിയ സമയമാണ്. ഇപ്പോൾ എക്സ്ട്രാ ടൈമിലെ കളിയാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ പെട്ടി വെച്ച് കളി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ അവസ്ഥയിൽ എത്തി എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഇദ്ദേഹം ജയിച്ചിരുന്നപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ്, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ വമ്പിച്ച വിജയം. സെൽവരാജ് കൂറുമാറുന്നു, ഉമ്മൻചാണ്ടിയുടെ വിജയം. നിയമസഭ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ LDFിനേക്കാളും 3-4 സീറ്റ് UDFിന് കൂടുതൽ കിട്ടുന്നു, ഉമ്മൻചാണ്ടിയുടെ വിജയം. അങ്ങനെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നു, അതുവരെ ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുന്നു. അപ്പോൾ വീണ്ടും അതിന് ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്ക് തന്നെ കിട്ടുന്നു, ഉമ്മൻചാണ്ടിയുടെ പരാജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുന്നു, ഉമ്മൻചാണ്ടിയുടെ പരാജയം എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാർക്ക് മൊത്തത്തിൽ അമ്പേ പരാജയം ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെടുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് ആകണമെന്നാണ് താല്പര്യം. അത് നടക്കുമോ? അത് ഒരിക്കലും നടക്കില്ല. കാരണം ശ്രീ AK ആൻ്റണിയാണ് ഇവിടെ VM സുധീറിൻ്റെ പുറകിലുള്ള ചാലകശക്തി. AK ആൻ്റണി ഡൽഹിയിൽ പ്രബലനായിരിക്കുന്നിടത്തോളം കാലം സുധീറിനെ അനക്കാൻ പറ്റുകയില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം ഇപ്പോൾ നിലവിൽ തന്നെ രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ് അവിടെ സംഖ്യാബലം കൂടുതലുള്ളത്. അപ്പോൾ ഈ രണ്ട് താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇത് നന്നായി മനസ്സിലാകുന്നയാളാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വേണമെന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ദേശീയ തലത്തിൽ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറയുന്ന നിലയിലൊരു ദേശീയ നേതാവായി തന്നെയാണല്ലോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഗുണം ഇതാണ്, ആർക്ക് എപ്പോൾ വേണമെങ്കിലും ദേശീയ നേതാവാകാം. ഞാനതുകൊണ്ട് കോൺഗ്രസിൽ ചേരാത്ത, അവരെന്നെ ദേശീയ നേതാവാക്കി കളഞ്ഞത്. ഇപ്പോൾ ശരത്താണ് എന്നെ ചിരിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം, സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം എന്നാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ല, അതുകൊണ്ടല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനും സാധ്യതയുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ? പണ്ട് നരസിംഹറാവുവാണ് അങ്ങനെ ആകെ ഒരു അബദ്ധം ചെയ്തു പോയത്. അത് പോലീസിനെ വെച്ച് വലിയ തോതിൽ ശ്രീ K കരുണാകരൻ ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പില്ല, സംഘടനാ തെരഞ്ഞെടുപ്പായിരുന്നു. അതേ പന്തളത്തിനോട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ പറയും. അത്ര വലിയ തമാശയാണ് ഇവിടെ അരങ്ങേറിയത്. അവസാനം ഏതാനും വോട്ടുകൾക്ക് വയലാർ രവി AK ആൻ്റണിയെ തോൽപ്പിച്ചു, KPCC പ്രസിഡന്റായി. പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയത് സീതാറാം കേസരി പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് കൽക്കട്ടയിൽ AICC യോഗം വിളിച്ചു കൂട്ടി സീതാറാം കേസരിയെ 90% വോട്ട് നേടിയാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു? കോൺഗ്രസിലെ പാർട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് സീതാറാം കേസരിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ AICC കൂടി തെരഞ്ഞെടുത്ത പ്രസിഡന്റിനെ വർക്കിംഗ് കമ്മിറ്റി നീക്കം ചെയ്തതായിട്ട്? അങ്ങനെയൊക്കെ സംഭവിക്കും. അതാണ് കോൺഗ്രസ് പാർട്ടി. അത് വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ പല അത്ഭുതങ്ങളും സംഭവിക്കും. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ നല്ല ആഗ്രഹങ്ങളാണ്. ഒന്ന് മടങ്ങി വരാം ശ്രീ ജേക്കബ് ജോർജ്. ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് മടങ്ങി വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇതാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു വലിയ കുഴപ്പം. അസുഖകരമായി ചരിത്രം ഇങ്ങനെ ആവർത്തിച്ച് വളരെ അസുഖകരമായ ഒരു സാഹചര്യം ആ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കുണ്ടാക്കും, നേതാക്കൾക്കുണ്ടാക്കും. അത് അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോഴും ആവർത്തിച്ചു. നമുക്ക് തൽക്കാലം ഒരു ഇടവേള അദ്ദേഹത്തിന് കൊടുക്കാം. ഇവിടെ ഈ ദേശീയ തെരഞ്ഞെടുപ്പിനെ, സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനപ്പുറം കാണാൻ കഴിയുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഒരുപക്ഷെ എല്ലാ നേതാക്കളും കൂടി രാഹുൽ ഗാന്ധിയെ ദേശീയ പ്രസിഡന്റാക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാലത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനാപരമായ നീക്കത്തിലൂടെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി വരിക എന്നതുപോലെയൊക്കെയുള്ള ആശയം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ദേശീയ തലത്തിലെത്തി നിൽക്കുകയാണ്. അതൊരു ഭാഗം മാത്രം. അതെല്ലാം മാറ്റിവെച്ചാൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അസുഖകരമായ ചോദ്യങ്ങളാണ് പലതും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കൂ. സോളാർ കേസിൽ ഏറ്റവും ഒടുവിൽ സരിത, കോൺഗ്രസ് നേതാക്കൾ ഏറ്റവും ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന, കേരളം കണ്ട, ഈ ഭൂമി മലയാളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരി, ചർച്ചകളിൽ പറഞ്ഞ ഓരോ നേതാക്കളെയും നമ്മൾക്കറിയാം. ആ സരിത ജുഡീഷ്യൽ കമ്മീഷൻ്റെ അനുമതി വാങ്ങി ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കാൻ പോവുകയാണ് ഒരു ഘട്ടം. ഇതേ സോളാർ തട്ടിപ്പിൽ ബംഗളൂരു കോടതിയിൽ പോയി നിൽക്കേണ്ട അവസ്ഥയിൽ അദ്ദേഹം നിൽക്കുന്നു. വലിയ തിരിച്ചടികൾ, രാഷ്ട്രീയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ, വ്യക്തിപരമായ തിരിച്ചടികൾ തുടർന്നിങ്ങോട്ട് ഈ കമ്മീഷനിലും കോടതി വിധിയിലും.
ഈ സാഹചര്യത്തിൽ ഇതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ഗെയിം പ്ലാനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ ഒരു റിബൽ സ്വഭാവത്തോടെ, വിമർശന സ്വഭാവത്തോടെ അദ്ദേഹം വിട്ടുനിൽക്കുന്ന ഒരു തന്ത്രം രൂപപ്പെടുത്തിയാൽ അത് വിജയിക്കാൻ എത്രമാത്രം സാധ്യതയുണ്ട്? അത് വെറും നാടകമായി അവസാനിച്ചേക്കാമോ? ശ്രീ ജേക്കബ് ജോർജ്. വസ്തുതാപരമായി ശരത്ത് ഇതൊക്കെ ശരിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നും കൊണ്ട് തന്നെ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി. അതൊക്കെ ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ശബരിനാഥൻ വിജയിച്ച ശക്തമായ ഒരു പോരാട്ടം, അവിടെയൊക്കെയും വിജയം വരിച്ച ഉമ്മൻചാണ്ടി അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴുകയും ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് കോൺഗ്രസ് നേതാക്കൾ തന്നെ താഴ്ത്തിക്കൊണ്ടുവരുന്നു. ഇപ്പോഴും അദ്ദേഹം താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് സംഘടനാ രംഗത്ത് ഞാൻ പറയാമല്ലോ, അഡ്വക്കേറ്റ് ജയശങ്കർ കുറേ ചരിത്രം പറഞ്ഞുവല്ലോ, ഞാനും കുറച്ച് ഇച്ചിര ഒരു ശകലം ചരിത്രം പറയട്ടെ. 1967 അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായത്. അത് സാക്ഷാൽ PC ചാക്കോയെ പരാജയപ്പെടുത്തി. PC ചാക്കോ ഭയങ്കര പ്രസംഗനാണ്, ഉമ്മൻചാണ്ടി അത്ര നല്ല പ്രസംഗനൊന്നുമല്ല. പിന്നീട് ഇങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് 70 അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു. AK ആന്റണിയുടെ തൊട്ടു പുറകെ. ഇന്ന് കോൺഗ്രസിൽ ഒന്നാമൻ എന്ന് പറയാൻ കോൺഗ്രസിനകത്ത് ഒരു നേതാവുണ്ടെങ്കിൽ ഏറ്റവും വലിയ നേതാവ്, അണികളുള്ള നേതാവ് ആരെന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടി എന്ന മറുപടിയെ പറയാനാവൂ ഞാൻ നോക്കിയിട്ട്. അങ്ങനെയിരിക്കെ ഉമ്മൻചാണ്ടിയെ എഴുതാൻ പറ്റില്ല എന്നാണ് എൻ്റെ വാദം. ഉമ്മൻചാണ്ടിക്ക് എന്താ വേണ്ടത്? അദ്ദേഹത്തിനൊന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ സ്ഥാനം വേണ്ട. ഈ പറയുന്നവർ ജയശങ്കർ പറഞ്ഞില്ല KPCC അധ്യക്ഷൻ, അദ്ദേഹത്തിന് അത് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം KPCC അധ്യക്ഷ സ്ഥാനമല്ല. അതാണ് ശരത്തെ. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഒരു സ്ഥാനവും വേണ്ട. പണ്ടൊക്കെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഗവർണറാക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഗവർണർ സ്ഥാനവും ഏറ്റെടുക്കുമായിരുന്നില്ല. അവിടെയാണ് എൻ്റെ ചോദ്യം. ഞാൻ സ്വയം വിശ്വസിക്കുന്നതാണ് എന്ന് തോന്നാം. പക്ഷേ ജേക്കബ് ജോർജ് അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് ആവണ്ട, അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ഒരു നേതൃത്വത്തിൻ്റെ ആവശ്യമില്ല, ദില്ലി രാഷ്ട്രീയത്തിലേക്ക് പോകാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ഒരു തലത്തിലും താങ്കൾ പറഞ്ഞ പോലെ ഒരു ഗവർണർ പോലൊരു രാഷ്ട്രീയപരമായ ഒരു വിരമിക്കലിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്ന പോലുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്ക് പിന്നിലെ അടിസ്ഥാന കാരണം? ഞാൻ പറഞ്ഞതുപോലെ വ്യക്തിപരമായ അടക്കം അദ്ദേഹം നേരിടുന്ന വലിയ തിരിച്ചടികൾ, ആ തിരിച്ചടികളുടെ സാഹചര്യത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ കഴിയുന്ന നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണോ? അതാണോ ഉമ്മൻചാണ്ടിയുടെ ഗെയിം പ്ലാൻ? ആ ഗെയിം പ്ലാൻ നിലവിലെ സാഹചര്യത്തിൽ വിജയിക്കാനിടയുണ്ടോ? അവിടെ ഈ തിരിച്ചടികൾ ഏറ്റുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസിനകത്ത് ഒരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയ കളി കളിക്കുകയാണ് ശരത്തെ. ആ രാഷ്ട്രീയ കളിക്ക് വലിയ മാനമുണ്ട്. അങ്ങപ്പുറത്ത് VM സുധീരൻ എന്നുള്ളതല്ല, ഹൈക്കമാൻഡ് തന്നെയുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രതീകം VM സുധീരൻ തന്നെയാണ്. ഉമ്മൻചാണ്ടി വിചാരിക്കുന്നു DCC പുനഃസംഘടന തിരക്കഥ അനുസരിച്ച് നടന്നതാണ്, അത് VM സുധീരനും AK ആന്റണിയും കൂടി എഴുതിയ തിരക്കഥയാണ് എന്നാണ്. അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അത് തിരുത്താതെ അദ്ദേഹം സ്വയം തിരുത്താൻ തയ്യാറില്ല. അത് തിരുത്തേണ്ടതാരാ? VM സുധീരനല്ല. അതെങ്ങനെ തിരുത്തണം? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിക്ക് മറുപടിയുണ്ട്. ഒരു പുനഃസംഘടന ഉണ്ട്. അദ്ദേഹം ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പല്ല, അടുത്ത പുനഃസംഘടന, പാർട്ടി പുനഃസംഘടന വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മതിയായ സ്ഥാനം കൊടുക്കണം. അല്ലാതെ 1000-1 ജനറൽ സെക്രട്ടറി എന്നുള്ളതല്ല, മതിയായ സ്ഥാനം കൊടുക്കണം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഊഹിക്കുന്നത്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിക്ക് ഒരു അജണ്ടയുണ്ട്, അത് വ്യക്തമായ അജണ്ട തന്നെയാണ്. റൈറ്റ്. അതായത് ശ്രീ പന്തളം സുധാകരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ്, വ്യക്തിപരമായ വിമർശനത്തിൻ്റെയും വ്യക്തിപരമായ വിശദീകരണങ്ങൾക്കുമല്ല മുതിരുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് അല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിലും ഒക്കെ ഉമ്മൻചാണ്ടി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്. ആ നേതാവ് ഇപ്പോൾ പറഞ്ഞ പോലെ നിലനിൽപ്പിനായി വ്യക്തിപരമായി നേരിടുന്ന തിരിച്ചടികളെ അതിജീവിക്കാനും അതിന്മേലുണ്ടാകുന്ന ജനശ്രദ്ധ തിരിക്കാനും ഒരു ഉൾപാർട്ടി രാഷ്ട്രീയ തർക്കം രൂപപ്പെടുത്തി നിലനിർത്തി മുന്നോട്ട് പോവുകയാണോ? ഹൈക്കമാൻഡിനെ ആ വിധത്തിൽ പന്ത് തട്ടിക്കളിക്കാം എന്ന് നന്നായി അറിയാവുന്നയാളാണ് എങ്കിൽ ഉമ്മൻചാണ്ടി ആ ഗെയിം പ്ലാൻ തുടരും. അതല്ല എങ്കിൽ അദ്ദേഹത്തിന് പദവികളല്ല ആവശ്യം എന്ന് നിങ്ങൾക്കും ഇത് കേൾക്കുന്ന ആളുകൾക്കും ഒക്കെ അറിയാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ ഈ നീക്കങ്ങളാകെ. ഒന്നുകിൽ വ്യക്തിപരമായ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണോ അതോ സ്വന്തം ഗ്രൂപ്പിന് വേണ്ടിയാണോ? ശ്രീ പന്തളം സുധാകരൻ.
ഇവിടെ ബഹുമാന്യ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ, ജേക്കബ് ജോർജ് അതിന് മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കറും ഒക്കെ പറഞ്ഞത് കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷേ ജേക്കബ് ജോർജ് പറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ഓർമ്മ, ഞാൻ വിശ്വസിക്കുന്നത് കേരള പ്രദേശ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവിയിൽ വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വം ഒന്നും ഏറ്റെടുക്കാതെ തന്നെ പാർലമെൻ്ററി പാർട്ടി പ്രവർത്തന രംഗത്താണ് സജീവമായത്. ആ പാർലമെൻ്ററി പാർട്ടി രംഗത്ത് സജീവമായിരുന്ന ശ്രീ കെ കരുണാകരൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും രണ്ടാമനായി അസംബ്ലിയിലും പുറത്തും അതിശക്തമായി പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനങ്ങളുമായി പ്രവർത്തിച്ചു വന്ന, അതോടൊപ്പം ട്രേഡ് യൂണിയൻ രംഗത്തും സജീവമായി നിന്ന ആളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന് ഇപ്പോൾ KPC പ്രസിഡന്റ് ആകണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിദൂരതയിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്ന നടപ്പാക്കാൻ അത് യാഥാർത്ഥ്യമാക്കാൻ ഒരു വിഷമവുമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി പുറകെ പോകുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു സ്ഥാനം ഇപ്പോൾ പാർട്ടിയിൽ പുനഃസംഘടന നടത്തി KPC പ്രസിഡന്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളോ അല്ല. അതിനേക്കാൾ അപ്പുറമായി എപ്പോഴും ഒരു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ശ്രീ കെ കരുണാകരനെ പോലെ അതിനേക്കാൾ അപ്പുറമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നിൽക്കുന്ന 24/7 ആണല്ലോ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം. ശ്രീ പന്തളം സുധാകരൻ, ഇതെല്ലാം ഈ വിശദീകരണങ്ങളൊക്കെ അദ്ദേഹത്തിന് ചേരും. ശ്രീ പന്തളം സുധാകരൻ, ഈ വിശദീകരണങ്ങളൊക്കെ അദ്ദേഹത്തിന് ചേരും. പക്ഷേ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി അദ്ദേഹത്തിന്റെ സമ്പന്നമായ ഭൂതകാലത്തെ ഓർത്തല്ല, നിലനിൽപ്പിന്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിലാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവ് വലിയ വെല്ലുവിളി നേരിടുന്നത്. അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയുകയാണോ പാർട്ടിക്കുള്ളിൽ? അത്തരമൊരു നാടകമായി അത് മാറിത്തീരുമോ? ഒന്നുകിൽ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിന് വേണ്ടി, ഏതാണിത്? അല്ല, ഇത് രണ്ടും ശരിയല്ല. കാരണം അദ്ദേഹത്തിനൊരു നാടകം കളിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഈ ഭരണ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില കേസുകൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയൊക്കെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നു. അപ്പോൾ കോടതികളിൽ അദ്ദേഹം ബാംഗ്ലൂർ കോടതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞില്ല, അദ്ദേഹം തൻ്റെ വക്കീലന്മാരെ വിശ്വസിച്ച് അവർ കാണിച്ച ചില മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ആ കോടതി പോകേണ്ടി വന്നത്. അദ്ദേഹം എപ്പോഴും കോടതിയെ ബഹുമാനിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കേസുകളുമായി പോകുമ്പോൾ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായി അദ്ദേഹത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ പന്തളം സുധാകരൻ, ഞാൻ താങ്കളിലേക്ക് വരാം. പാർട്ടി ആ പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ മനസ്സിലിരിപ്പ് എന്താണ് ഉമ്മൻചാണ്ടി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? അദ്ദേഹം തിരിച്ചടികളെ അതിജീവിക്കാനുള്ള തന്ത്രം പയറ്റുകയാണോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ തുടർച്ചയിലേക്ക് തന്നെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ ചർച്ചയിലേക്ക് മടങ്ങി വരികയാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ പന്തളം സുധാകരൻ പറഞ്ഞു നിർത്തിയത്, നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞതും, ഈ വലിയൊരു നേതാവ് യഥാർത്ഥത്തിൽ നിലനിൽപ്പിൻ്റെ ഒരു വലിയ ചോദ്യം ചെയ്യലിനും അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ പാതയിലാണ് എന്ന് വിചാരിച്ചാൽ രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് സാധ്യതകൾ. ഒന്ന്, അദ്ദേഹത്തിന് വ്യക്തിപരമായി നേരിടുന്ന തിരിച്ചടികൾ. അതിലേറ്റവും വലിയ തലവേദനയായി സോളാർ കേസ് നിൽക്കുകയാണ്. എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി നേതാക്കൾ വിശദീകരിച്ചാലും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മറ്റാരേക്കാളും നന്നായി അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാകാം. സരിത അദ്ദേഹത്തെ വിസ്തരിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന അവസ്ഥ നോക്കൂ. ആദ്യം 14 മണിക്കൂർ ഈ കമ്മീഷന് മുമ്പാകെ പോയ ആളാണ്, വീണ്ടും പോകേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും സരിതയുടെ അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് ആ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ തട്ടിപ്പ് കേസിൽ വിസ്തരിക്കാൻ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ആ കമ്മീഷനിൽ മൊഴി കൊടുക്കുമ്പോഴാണ് 1 മിനിറ്റിൽ 60 ഒപ്പുകൾ വരെ ഇടുന്ന അസാമാന്യമായ ഒരു കഴിവിൻ്റെ അവസ്ഥ. ഇതൊക്കെ ഏതൊക്കെയോ തരത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകാവുന്ന ചില മൊഴികളോ ചില സാഹചര്യങ്ങളോ വ്യക്തിപരമായ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒന്നുകിൽ എ ഗ്രൂപ്പിന് വേണ്ടിയുള്ളൊരു നീക്കം. ആ നീക്കമാണെങ്കിൽ ഒരുപക്ഷെ സുധീരനെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകാം, ഐ ഗ്രൂപ്പിനോട് മുൻപുണ്ടായിരുന്ന ഒരു സഹകരണത്തിൻ്റെ പാത ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, മുരളീധരനെ അടക്കം അടർത്തിയെടുത്ത് ഐ ഗ്രൂപ്പിനെ ഭിന്നിപ്പിച്ച് ഒരു പുതിയ തന്ത്രത്തിന് നീക്കം ആലോചനയിലുണ്ടാകാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ പദ്ധതിയില്ലാതെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ ഹൈക്കമാൻഡിനോട്, അതും തീർത്തും അനഭിമതനായ ഒരു നേതാവ്, ഇങ്ങനെ മുന്നോട്ട് പോകുമോ? ഇങ്ങനെ ശണ്ട കൂടുമോ? അല്ല, ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രതാപകാലത്ത്, വളരെ പണ്ടതുമല്ല, ഒരു 5-8 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് ടി സിദ്ദിഖ് ഇരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ രാഹുൽ ഗാന്ധി ഒരു കടലാസ് എടുത്ത് സിദ്ദിഖിനെ മാറ്റുന്നു. തൽസ്ഥാനത്ത് എം ലിജുവിനെ നിയമിക്കുന്നു. നിയമനമാണ്, തെരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ. യൂത്ത് കോൺഗ്രസ്സിൽ തെരഞ്ഞെടുപ്പിൻ്റെ പരിപാടിയില്ല. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു. അതിൻ്റെ ഫലമായി 24 മണിക്കൂറിനുള്ളിൽ ലിജുവിനെ മാറ്റിയിട്ട് സിദ്ദിഖിനെ വീണ്ടും
യൂത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരുന്നു. അതൊക്കെ ഉമ്മൻചാണ്ടി അന്ന് വിചാരിച്ചാൽ നടക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി വിചാരിച്ചാൽ അത് നടക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ 14 DCC പ്രസിഡന്റുമാരെ മാറ്റി വേറെ 14 പേരെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതാണ്. 14 പേരെ മാറ്റണ്ട, ഒരാളെങ്കിലും അദ്ദേഹത്തിന് മാറ്റി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു നോമിനിയെ കൊണ്ടുവരാൻ സാധിക്കുകയാണ്. അത് സാധിക്കുന്ന ഇന്നത്തെ നിലയ്ക്ക് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു വലിയ പ്രതിഭാശാലിയാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കുന്ന വേറെ ചില ആളുകളുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ AK ആൻ്റണിയാണ് ഏറ്റവും പ്രബലനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആൻ്റണിയെ പോലെ ശക്തനായ ഒരാൾ ഇദ്ദേഹത്തിന് എതിരെ നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള എല്ലാ നീക്കത്തിനും പിന്നിൽ രമേശ് ചെന്നിത്തല അല്ല, നേരെ മറിച്ച് AK ആൻ്റണിയാണ്. അതിനൊക്കെ വേറെ പല സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആൻ്റണി അവിടെ പ്രബലനായിട്ട് നിൽക്കുന്നു. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസിബിളായിട്ട് അല്ലെങ്കിൽ യുക്തിയുക്തമായിട്ട് വിവേകപൂർണ്ണമായി തീരുമാനമെടുക്കാൻ കെൽപ്പില്ലാത്ത ഒരു കേന്ദ്ര നേതൃത്വം നിലവിൽ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുടെ പ്രതിഷേധം എത്ര ശക്തമാണെങ്കിലും അദ്ദേഹത്തിന് എത്ര ജനപിന്തുണ ഉണ്ടെങ്കിലും ഇതൊന്നും നടക്കുകയില്ല. പിന്നെ A ഗ്രൂപ്പിനെ വച്ചിട്ട് കളിക്കാവുന്ന കളിക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ഒരു 65% ശരിക്കും I ഗ്രൂപ്പുകാരാണ്. പിന്നെ I ഗ്രൂപ്പുകാരൻ്റെ പഴയ ഉള്ള ഒരു കൊഹിയറൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് A ഗ്രൂപ്പുകാർ ഈ കളിയൊക്കെ കളിച്ചത്. ഇപ്പോൾ അവരുടെ കളിയൊക്കെ തീർന്ന ഒരു അവസ്ഥയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ഉമ്മൻചാണ്ടിക്ക് ചെയ്യാവുന്നത്, അദ്ദേഹത്തിന് സാധിക്കാവുന്ന ഒരു കളി എന്ന് പറയുന്നത് ഘടകകക്ഷികളെ വച്ച് കളിക്കുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി ആ കളിയിലും വിദഗ്ധനാണ്. അങ്ങനെയുള്ള കളിയിൽ കൂടിയാണ് അദ്ദേഹം K കരുണാകരനെ വരെ താഴ്ത്തിറക്കിയത്. ഘടകകക്ഷികളെ ഇപ്പോൾ മാണി ഗ്രൂപ്പ് വിട്ടുപോയി. ഇനി മറ്റ് ഘടകകക്ഷികളൊക്കെ മിക്കവാറും അപ്രസക്തമാണ്. വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അല്ലെങ്കിൽ മറ്റ് ചീള് പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, RSP പോലുള്ള പാർട്ടികൾ, അതിനൊന്നും വലിയ പ്രസക്തിയില്ല. അതുള്ളൂ ഇല്ലാത്ത തമ്മിൽ വലിയ വ്യത്യാസമില്ല. ജേക്കബ് ഗ്രൂപ്പ് പോലുള്ള പാർട്ടികളാണ്, അതൊന്നും പ്രധാനപ്പെട്ടതല്ല. നേരെ മറിച്ച് ഇനിയിപ്പോൾ കളിക്കാവുന്ന മുസ്ലിം ലീഗിനെ വെച്ച് കളിക്കുക എന്നുള്ളതാണ്. പക്ഷേ മുസ്ലിം ലീഗുകാരുടെ കാര്യം നമുക്കറിയില്ല. അവർക്ക് വല്ല കാശ് കിട്ടുന്ന കാര്യത്തിലല്ലാതെ വേറെ ഒരു കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല. ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും വലിയ കുഴപ്പമില്ല, നമ്മുടെ സൗകര്യങ്ങൾ കുറഞ്ഞു പോകരുത് എന്ന് മാത്രം താല്പര്യമുള്ളൊരു പാർട്ടിയാണ്. അയോധ്യയിൽ പള്ളി പൊളിച്ചപ്പോൾ പള്ളി പ്രശ്നത്തേക്കാൾ പ്രധാനം പള്ളപ്രശ്നമാണ് എന്ന് പറഞ്ഞ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന ആളുകളാണ് ലീഗുകാർ. അതുകൊണ്ട് അവർക്കൊന്നും വലിയ പ്രശ്നമില്ല. അവർക്ക് ഉമ്മൻചാണ്ടി വന്നാലും രമേശ് ചെന്നിത്തല വന്നാലും അവരുടെ കച്ചവടം നടക്കണം എന്നാലും കവിഞ്ഞ് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. പക്ഷേ ലീഗിനെ പറ്റിയിട്ടൊരു കളി മാത്രമേ ജയശങ്കർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഈ രാഷ്ട്രീയത്തെ നേരിടാനും ഇത്തരം രാഷ്ട്രീയ പ്രതിസന്ധികളെ അതിജീവിക്കാനും കഴിയുന്ന ആൾ തന്നെയാണ് ഉമ്മൻചാണ്ടി. അതിന് അദ്ദേഹത്തിന് ഇത്ര നിരന്തരമായ ഒരു വിട്ടുനിൽക്കലിൻ്റെയും വിമർശനത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒരു വലിയ തലത്തിൻ്റെയൊന്നും ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഇതിൻ്റെ ഒരു ആദ്യ ഭാഗമുണ്ടല്ലോ, വ്യക്തിപരമായി അദ്ദേഹം നേരിടുന്ന തിരിച്ചടികൾ, അതുതന്നെയാണോ അദ്ദേഹത്തെ ഏറ്റവും അധികം അലട്ടുന്നതും? അതിനെ അതിജീവിക്കാനുള്ള തന്ത്രം മെനയലിൻ്റെ ഭാഗമായി ഈ രാഷ്ട്രീയം സ്ഥാനം പിടിക്കുന്നുമുണ്ടോ? അല്ല, അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഏത് രീതിയിലായിരിക്കുന്നത് നമ്മളിപ്പോൾ പ്രവചിക്കുന്നത് ശരിയല്ല. പക്ഷേ ആ റിപ്പോർട്ട് അദ്ദേഹത്തിന് എതിരായിട്ടാണ് വരുന്നതെങ്കിൽ, ഒരു പക്ഷേ സൂചനകൾ ആ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് എതിരായിട്ടാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ജയശങ്കർ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ടിന്റെ സ്വാഭാവികതയെ നമ്മൾക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവ് ആ കമ്മീഷൻ മുമ്പിൽ ഹാജരാവുകയും സരിത ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ ചിന്തിക്കാത്തതായിരിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അതേക്കുറിച്ച് ഉമ്മൻചാണ്ടി അതിലുമേറെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം വ്യക്തിപരമായി രാഷ്ട്രീയമായ അലോസരപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, ഈ കടുത്ത നിലപാടുകൾ ഉമ്മൻചാണ്ടിയെ പ്രേരിപ്പിച്ചിരിക്കാൻ വലിയ സാധ്യത അപ്പോൾ തെളിയുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഉമ്മൻചാണ്ടി അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരില്ല. അതിനൊക്കെയുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. വ്യക്തിജീവിതത്തിൽ തിരിച്ചടിയല്ലല്ലോ. സരിത എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്, മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സരിത നായർ ഉമ്മൻചാണ്ടിയെ ക്രോസ് ചെയ്യുന്നു. ഇതൊക്കെ മനുഷ്യനായിട്ട് ജനിച്ച പല കാര്യങ്ങളും അനുഭവിച്ചിട്ടില്ലേ, നമ്മൾ അനുഭവിച്ചതിന് തീർക്കണ്ടേ. അങ്ങനെ അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതേ ഉള്ളൂ. ഞാനാണെങ്കിൽ അങ്ങനെ എടുക്കുള്ളൂ. അതൊക്കെ സത്യത്തിൽ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ ആ കാര്യത്തിൽ സഹതപിക്കാനേ സാധിക്കുള്ളൂ. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കില്ല. പക്ഷേ സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് അദ്ദേഹത്തിന് എതിരാവുകയാണെങ്കിൽ, അദ്ദേഹത്തിനെതിരെ വളരെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു ധാർമ്മികത, രാഷ്ട്രീയ സദാചാരം മുതലായ പ്രശ്നങ്ങളുകൊണ്ടും ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ഒരു കോടതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറിയാണ്. അത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായി തീർന്നേക്കാം. പ്രത്യേകിച്ചും അദ്ദേഹം തന്നെ നിയമിച്ച കമ്മീഷനാണ്, അദ്ദേഹം തന്നെ കണ്ടെത്തിയ ന്യായാധിപനാണ്. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള അതിൽ പക്ഷപാതിത്വവും അല്ലെങ്കിൽ മറ്റ് കുഴപ്പങ്ങളൊന്നും അദ്ദേഹത്തിന് ആരോപിക്കാനും പറ്റുകയില്ല. അതൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തന്നെ പോയേക്കും റിപ്പോർട്ട് എതിരാവുകയാണെങ്കിൽ. നേരെ മറിച്ച് റിപ്പോർട്ട് അനുകൂലമാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാം സോളാറിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നേരസ്ഥരായിട്ട് നിൽക്കുകയും ചെയ്യാം. ശ്രീ ജേക്കബ് ജോർജ്,
പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ ആ കമ്മീഷൻ്റെ ഓരോ ദിവസവും അത് ഏറ്റവും അധികം നിർണായകമാകുന്നത് അദ്ദേഹത്തെ തന്നെയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന എതിരായ സാഹചര്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണത്. ആ അവസ്ഥയിൽ അതുമായി ഉണ്ടാകുന്ന വാർത്തകൾ, അതുമായി ഉണ്ടാകാവുന്ന എതിരായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യാം, അതൊരു നേതാവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആലോചനകളുടെ ഒരു ഭാഗമാകാം. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന, ഇപ്പോൾ AK ആൻ്റണി കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് തന്നെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങൾ തുറന്നു വിമർശിച്ചു കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള ആളുകൾ. കോൺഗ്രസിനകത്ത് തന്നെ സ്വകാര്യമായ സംഭാഷണങ്ങളിൽ നേതാക്കളെല്ലാം പങ്കുവെക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഇപ്പോഴത്തെ സമീപനത്തിനെതിരായ ഒരു സാഹചര്യം പൊതുവിൽ നിൽക്കുന്നു. എന്നിട്ടും അദ്ദേഹം ഉറച്ചു നിന്ന് ഒരു നിലപാട് സ്വീകരിച്ച്, അല്ലെങ്കിൽ അത്തരമൊരു പോരാട്ടത്തിൻ്റെ പാതയിലാണ് താൻ എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. ഹൈക്കമാൻഡുമായി ഏതായാലും വീണ്ടും ചർച്ചയ്ക്ക് രാഹുലുമായി കാണുന്നതിനൊക്കെ പോകാൻ അല്പം മുമ്പാണ് അദ്ദേഹം സമ്മതം അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ച് പോകണമെങ്കിൽ അതത്ര ചെറുതായൊരു വിഷമവൃത്തമല്ല ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ അലട്ടുന്നത്, അത് വ്യക്തമാണ്. ശരിയാണ് ശരത്തെ, ഇത് വളരെ ഒരു കടുത്ത പരീക്ഷണം തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ അധികാരമൊന്നുമില്ലാതെ പാർട്ടിയിൽ വളരെ വിഷമിച്ച് നിൽക്കുന്ന, വിഷമവൃത്തത്തിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ശക്തനായ കരുത്തനായ നേതാവിന് സരിതയുടെ മുമ്പിൽ വിചാരണയ്ക്ക് നിന്നു കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഉമ്മൻചാണ്ടി പ്രായോഗികമതിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യം സ്വതവേ ഉണ്ട്. സരിതാ നായരാവട്ടെ ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി എന്ന് മാത്രമല്ല, സംശയകരമായ സാഹചര്യങ്ങളിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തി, പല കേസിൽ പ്രതിയായ ഒരു വ്യക്തി. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഉമ്മൻചാണ്ടിക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ട്. ഇതാണ് ഇതിനകത്തെ വ്യത്യാസം, ഞാൻ കാണുന്ന വ്യത്യാസം. പക്ഷേ ആത്യന്തികമായി ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയക്കാരനാണ്. കോൺഗ്രസിനകത്ത് ഉമ്മൻചാണ്ടി ശക്തനായ ഒരു ഗ്രൂപ്പ് പ്രവർത്തകരാണ്. ഉമ്മൻചാണ്ടിക്ക് ഗ്രൂപ്പ് കഴിഞ്ഞേ കാര്യങ്ങളുള്ളൂ. ഗ്രൂപ്പ് കഴിഞ്ഞേ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതം പോലുമുള്ളൂ. അതുകൊണ്ട് ഗ്രൂപ്പിന് വേണ്ടി ഉമ്മൻചാണ്ടി മുന്നിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി ഇന്നും ഒരു വലിയ ശക്തി കേന്ദ്രമായി, ഒന്നാമത്തെ ശക്തി കേന്ദ്രമായി നിലകൊള്ളുന്നത്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ശരത്തെ, 2004 AK ആൻ്റണി ഒരു വലിയ പരാജയത്തെ നേരിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി ഒഴികെ എല്ലാ സീറ്റുകളും UDF പരാജയപ്പെട്ടു. മഞ്ചേരിയിൽ ലീഗ് പരാജയപ്പെട്ടു. എല്ലായിടത്തും UDF തകർന്നു തരിപ്പണമായി. മൂവാറ്റുപുഴയിൽ അറിയാമല്ലോ, നമുക്ക് ജോസ് കെ മാണി, കേരള കോൺഗ്രസിൻ്റെ KM മാണിയുടെ മകൻ ജോസ് കെ മാണി പരാജയപ്പെട്ടു. ജയിച്ചത് PC തോമസ്. ആ ഒരു നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രതിനിധികൾ വന്നപ്പോൾ ലീഗിന് രക്ഷയില്ല, നിലനിൽപ്പിന് രാഷ്ട്രീയമാണ്. ശരിയാണ് ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പറഞ്ഞു വരുന്ന ആ രാഷ്ട്രീയ കാലത്തൊന്നും വ്യക്തിപരമായ, ഞാൻ പറയുന്ന ഒരു വാചകം, അതായത് ആ കാലത്തൊന്നും വ്യക്തിപരമായ ഇത്തരം വെല്ലുവിളികൾ ഉമ്മൻചാണ്ടി നേരിട്ടിരുന്നില്ല. ഒന്ന്, അതൊരു പ്രധാനപ്പെട്ട സാഹചര്യമായി നിൽക്കെ താങ്കൾ പറഞ്ഞതുപോലെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന കെൽപ്പുള്ള നേതാവാണ് അദ്ദേഹം എന്ന് സമ്മതിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കൽ ഇതിലുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസിനകത്ത് ഉമ്മൻചാണ്ടി നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞില്ല, ആന്റണി പക്ഷം വളരെ ശുഷ്കിച്ചു പോയിന്ന്. കുറച്ചൊക്കെ ശുഷ്കിച്ചിട്ടുണ്ടാവാം. ആ കഴിഞ്ഞ കടുത്ത പരാജയത്തെ തുടർന്ന് കുറച്ചൊക്കെ ആന്റണി പക്ഷം ശുഷ്കിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിന് തൊഴുത്തിൽ കെട്ടാറായിട്ടില്ല. കാരണം ഈ പറഞ്ഞ അന്നത്തെ കേരള കോൺഗ്രസ് UDF ഇല്ല തന്നെ, മുസ്ലിം ലീഗുമുണ്ട്. അവർക്കൊക്കെ അമർഷമുണ്ട്. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പോക്കിൽ അവരൊക്കെ അമർഷം വളരെ വ്യക്തമായ ഭാഷയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, UDFിനകത്തും ഉമ്മൻചാണ്ടി ഒരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. അത്ര പെട്ടെന്ന് അദ്ദേഹത്തെ മൂലയ്ക്ക് ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് VM സുധീരനും AK ആൻ്റണിയും അവർക്ക് രണ്ടുപേർക്ക് ഇങ്ങോട്ട് കണക്കുകൾ ഏറെ തീർക്കാനുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നഷ്ടത്തിന് ഉമ്മൻചാണ്ടിയും കണക്ക് തീർക്കാൻ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇതൊന്നും പുറം രാഷ്ട്രീയത്തിലില്ല. അതിൻ്റെ അകത്ത് വ്യക്തിപരമായ ഒരു വലിയ പടയൊരുക്കം തന്നെയാണ്. ജയശങ്കറും സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDFിലും അനിഷേധ്യമായ സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ രാഷ്ട്രീയവും ഒപ്പം വ്യക്തിപരവും കൂടി ചേർന്നതാണോ അദ്ദേഹത്തിൻ്റെ ഈ ഗെയിം പ്ലാൻ?
ശ്രീ പന്തളം സുധാകരൻ, ഏറ്റവും അവസാനമായി കോൺഗ്രസ് ഏറ്റവും ദുർബലപ്പെട്ട ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രവർത്തനം പോലും കോൺഗ്രസ് നേതാക്കൾ തന്നെ മുരളീധരൻ അടക്കം വിമർശിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ പ്രവർത്തനം ഒരു ഭാഗത്ത് നിൽക്കുന്നു, KPCCയുടെ പ്രവർത്തനം പാർട്ടിക്കുള്ളിൽ വിമർശിക്കപ്പെടുന്നു. ഇതിൽ നിന്നെല്ലാം മാറി ഉമ്മൻചാണ്ടി നിലകൊണ്ടുകൊണ്ട് തന്നെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ്. അത് നന്നായി അദ്ദേഹത്തിനും മനസ്സിലാകും. അങ്ങനെ കോൺഗ്രസിനെയും ദുർബലപ്പെടുത്തി വ്യത്യസ്തമായൊരു നിൽപ്പോടുകൂടി ഒരു നീക്കമാണ് ഉമ്മൻചാണ്ടി നടത്തുന്നത്. അത് കേവലം ഏതെങ്കിലും തരത്തിലുള്ള ഹൈക്കമാൻഡ് അതൃപ്തിയുടേതും മാത്രമല്ല. ഒരു എതിർപ്പുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാലും അദ്ദേഹത്തിന് വ്യക്തമായ കണക്കുകൂട്ടലുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായ തിരിച്ചടികളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം, രാഷ്ട്രീയമായ തൻ്റെ സാന്നിധ്യത്തെയും അനിഷേധ്യ നേതൃത്വത്തെയും ഉറപ്പിക്കാൻ വേണ്ടിയാകാം. അതല്ലാതെ കേവലം ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ തലത്തിലൊന്നും അല്ലല്ലോ ഉമ്മൻചാണ്ടി ഇപ്പോൾ കാര്യങ്ങളെ നീക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഏത് പാർട്ടിയെ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഉന്നതനായ നേതാവാണെങ്കിലും പാർട്ടിക്ക് അതീതനല്ല, പാർട്ടിക്ക് വിധേയരാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ പാർട്ടിക്ക് അതീതമായി മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഒരുമിച്ച് നിർത്തി ഈ അനീതിക്കെതിരെ പോരാടാൻ യഥാർത്ഥത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ദുർബലമാക്കുന്ന ഏത് പ്രവർത്തനം ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് ജനങ്ങൾ സഹിക്കില്ല, കോൺഗ്രസ് പ്രവർത്തകർ സഹിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ കുട്ടിക്കാലം മുതൽ, അതായത് KSU വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് ഈ രംഗത്ത് നിൽക്കുന്ന ഒരാൾ. അതായത് ശ്രീ പന്തളം സുധാകരൻ വളരെ ആത്മാർത്ഥമായ അർത്ഥവത്തായ ഒരു രാഷ്ട്രീയം ശ്രീ പന്തളം സുധാകരൻ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് ഉമ്മൻചാണ്ടി തയ്യാറാകണം എന്നാണോ? കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ അദ്ദേഹം കൂടുതലായി സഹകരിക്കേണ്ടതുണ്ട് എന്നാണോ? രാഷ്ട്രീയകാര്യ സമിതിയുമായി നടത്തുന്ന ഈ ഒരു ബഹിഷ്കരണ രീതി ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം, ഈ നിലയിലാണോ പന്തളം സുധാകരൻ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായി മുന്നോട്ട് പോകുന്നതിനും സമരസജ്ജമാക്കുന്നതിന് വേണ്ടി, കാര്യം ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സമ്മേളനം തന്നെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമൊക്കെ ഒരു പുതിയ ആവേശം ഞങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ചെയ്യേണ്ടത് എന്താണ്? ശ്രീ പന്തളം അത് പറയൂ, ശ്രീ പന്തളം അത് പറയൂ. ഉമ്മൻചാണ്ടി ചെയ്യേണ്ടത് എന്താണ്? പന്തളം പറയുന്നത് എന്താണ്? ഉമ്മൻചാണ്ടി ചെയ്യേണ്ടത് എന്താണ്? ശ്രീ ഉമ്മൻചാണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ. കോൺഗ്രസിന്റെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം ഉണർന്ന് പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ ഇങ്ങനെ അദ്ദേഹത്തിന് എതിരായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിരാശപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാനുള്ള മുന്നണി പോരാളിയായി തന്നെ ശ്രീ ഉമ്മൻചാണ്ടി നിൽക്കും. അദ്ദേഹത്തെ ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. മാറി നിൽക്കാൻ ഞങ്ങൾ ആരും അങ്ങനെയാണെങ്കിൽ ശ്രീ പന്തളം അദ്ദേഹം ഇപ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പന്തളം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രതിഷേധവും ഇപ്പോഴത്തെ പരിഭവവും മാറ്റിവെക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകണം. അതിന് അദ്ദേഹം തയ്യാറല്ലല്ലോ. നാളത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പോലും വീണ്ടും പങ്കെടുക്കുന്നില്ല അദ്ദേഹം. പറഞ്ഞില്ല, അതുകൊണ്ടാണല്ലോ. അല്ല, അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, എനിക്കൊരു ഡിമാൻഡില്ല, എനിക്കൊരു പരാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ഇന്ദിരാഭവന്റെ പടി ചവിട്ടില്ല, AICC പരിപാടികളിൽ പങ്കെടുക്കില്ല, ഒരു പരാതിയുമില്ല. ഇത് പരിഹസിക്കലല്ലാതെ വേറൊന്നുമല്ല പന്തളം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പങ്കെടുക്കണം, രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കണം. നിലപാടുകൾ മണിക്കൂർ വെച്ച് മാറുന്ന ആളല്ല താനെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാധ്യമപ്രവർത്തകരോട്. പറയാനുള്ളതെല്ലാം വൃത്തിയായി പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി. അതല്ല, ഏത് നേതാവായാലും, വലിയ നേതാവായാലും ചെറിയ നേതാവായാലും പോലീസ് പറയിൽ നിങ്ങൾ ഇന്ന യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ഒരാൾക്ക് പറയാൻ അധികാരമുണ്ടോ? ഇല്ലല്ലോ. വ്യക്തിപരമായ അസൗകര്യത്തിൻ്റെ പേര് ഒരാൾ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ആ പാർട്ടിയോടും പ്രസ്ഥാനത്തോടും എതിർപ്പുണ്ട് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ തീർച്ചയായും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒപ്പമുണ്ട്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഞങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങൾ പതറാതെ മുന്നോട്ട് പോകും. അതായത് പന്തളം പറഞ്ഞു വരുന്നത് ഉമ്മൻചാണ്ടിയുടെ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന വിയോജിപ്പുകളോട് ശ്രീ പന്തളം സുധാകരന് യോജിപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ വിട്ടുനിൽക്കൽ സ്വാഭാവികമാണ്, അതിന് അദ്ദേഹത്തെ കുറ്റം പറയാനാവില്ല എന്നാണോ? അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ പങ്കെടുക്കണമല്ലോ, യോഗങ്ങളിൽ പങ്കെടുക്കണമല്ലോ, നേതാവായി പ്രവർത്തിക്കണമല്ലോ. അതുണ്ടാവുന്നില്ല. അല്ല,
അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം, അദ്ദേഹത്തിൻ്റെ അല്ല, ആരുടേതല്ല, ഈ സമിതിയിലുള്ള ആരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് യോഗത്തിൽ പങ്കെടുക്കണോ എന്നുള്ളത്. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കണം എന്ന് പറയാൻ ആർക്കും കഴിയില്ല, ഒരു ഹൈക്കമാൻഡിനും കഴിയില്ല. അത് തെറ്റിദ്ധരിക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഉമ്മൻചാണ്ടി മാത്രം വ്യക്തിപരമായ അസൗകര്യം കൊണ്ടാണ് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് പറയുന്നുമില്ല. അത്തരം ആക്ഷേപങ്ങളെ നിഷേധിക്കാനും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഏറ്റവും ശക്തമായ നിലയിൽ പ്രതിഷേധവും നടപടികളുമായി ഉമ്മൻചാണ്ടി മുന്നോട്ട് പോവുകയാണ്. ഹൈക്കമാൻഡിന് മുമ്പിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നിലപാടുമായി ഉമ്മൻചാണ്ടി പോകുന്നത്. അത് ആ ഗെയിം പ്ലാൻ യഥാർത്ഥത്തിൽ ഏത് നിലയിലേക്കാണ് വളരുക, അതോ അത് വെറും നാടകമായി അവസാനിക്കുമോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ നിലനിൽപ്പിൻ്റെ, നേരത്തെ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന നിലനിൽപ്പിൻ്റെയും ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഉയരുന്നത്. ഏതായാലും ദില്ലിയിൽ ചർച്ചയ്ക്ക് പോകാനുള്ള സമ്മതം അദ്ദേഹം ഇന്ന് വൈകി അറിയിച്ചു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വിവരം. വളരെയധികം നന്ദി ശ്രീ പന്തളം സുധാകരൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോട് സഹകരിച്ചത്. ഇടവേളയിൽ